Hey all, so welcome back to part 2 of Bridal Diaries. So guys, ഈ പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. രണ്ട് രീതിയിലാണ് ഇൻവിറ്റേഷൻ ചെയ്യാൻ വിചാരിക്കുന്നത്. ഒന്ന് വെബ്സൈറ്റ് മോഡലും, ഒന്നല്ലാതെ നമ്മൾ സാധാരണ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഇൻവിറ്റേഷനും. ഈ വെബ്സൈറ്റ് മോഡൽ ഇൻവിറ്റേഷനൊക്കെ എന്തിനാ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊന്നും പോയി വിളിക്കാൻ പറ്റാത്തതുകൊണ്ടും, രണ്ടാമത്തത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ ഡിസ്ട്രിക്റ്റിലും അങ്ങും ഇങ്ങും ഒക്കെ ആയതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ദൂരമുള്ള റിലേറ്റീവ്സിന് പോലും നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു ഈസി വേ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഇൻവിറ്റേഷൻ ആണ് ഉദ്ദേശമെങ്കിലും ഒരു കോഡിങ് നടത്തി തന്നെ നമുക്ക് ആ ഇൻവിറ്റേഷൻ ചെയ്യാൻ പറ്റിയ കേട്ടോ. സോ ക്യാൻവയിലിട്ട് തന്നെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള നമ്മളെ ഇൻവിറ്റേഷൻ ഞാൻ എഡിറ്റ് ആക്കിയത്. വേറെ ഒന്നും എനിക്ക് മൈൻഡിൽ വന്നില്ല. നമ്മുടെ ക്രാഫ്റ്റേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ആപ്പാണ് ക്യാൻവ. അതുപോലെ തന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അതിലിട്ട് തന്നെയാണ് എൻ്റെ ഇൻവിറ്റേഷൻ എഡിറ്റ് ആക്കിയത്. സാധാരണ ഒരു പ്രിന്റ് ഓഫ് സെറ്റിൽ പോയി ചെയ്യുന്നതിനെ കണ്ട് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഫേവറേറ്റ് ഫ്ലവർ ആയിട്ടുള്ള റെഡ് തുലിപ്സ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് കോഡിങ് ചെയ്ത് എങ്ങനെ ഒരു ഇൻവിറ്റേഷൻ തയ്യാറാക്കിയെന്ന്